പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് നിലവിൽ കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചാണ്. ഷിൻസ്കെ നക്കമോറ വേഴ്സസ് ടോള ടോങ്ക തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യലി നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നിലവിലെ വുമൺസ് ചാമ്പ്യനായ റിയ റിപ്ലിയും ഷാർലറ്റ്, അലക്സിയ ബ്ലിസ് തുടങ്ങിയവരുടെ 3 അംഗ ടീം ജേഡ് കാർഗിൽ, മീച്ചിൻ, ബി ഫാബ് തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജേഡ് കാർഗിൽ റസൽമേനിയ 42 ശേഷം തിരികെ വന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റിയ റിപ്ലിയെ ആക്രമിച്ചതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന അഡ്രസ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. ജേഡ് കാർഗിലും മീച്ചിനും ബി ഫാബും ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ഷാർലറ്റും അലക്സിയ ബ്ലിസും വരുന്നുണ്ട്. ആ ഒരു മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നുണ്ട്. അതായത് ഷാർലറ്റ്, അലക്സിയ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം മീച്ചിൻ, ബി ഫാബ് തുടങ്ങിയവർക്കെതിരെ കളിച്ച ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇതൊരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നതും ഷാർലറ്റും ജെഡ് കാർഗിലും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റ് കാണിക്കുന്നത് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. തുടർന്നാണ് ഈ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരം അടുത്ത ഞായറാഴ്ചത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കുള്ള ആദ്യ മത്സരം ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ കൺഫേം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് WWE കാണിച്ചു വരുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയാണ് ആദ്യമായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത്. നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സ് ദ റിംഗ് ജനറൽ, കരിയർ കില്ലർ എന്ന നിക് നെയിമിലൂടെയൊക്കെ അറിയപ്പെടുന്ന ഗുന്തറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ആദ്യത്തെ ഈ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ച ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഗുന്തറിനെ കൊണ്ട് കോൺട്രാക്റ്റിലേക്ക് സൈൻ ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ ഭാഗമാക്കുക, കൂടാതെ ചാമ്പ്യൻഷിപ്പ് മത്സരം ക്ലാഷ് ഇൻ ഇറ്റലിയിലേക്ക് കൺഫേം ചെയ്യുക എന്നുള്ള തലത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോഡി റോഡ്സ് ഒരു ടേബിളും ചെയറുമൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് വരുന്നു. പക്ഷേ ഗുന്തർ ആദ്യം അതിലേക്ക് സൈൻ ചെയ്യാൻ തയ്യാറാകുന്നില്ല. റോയ്സ് കീസ് എന്ന് പറയുന്ന റെസ്ലർ വന്നിട്ട് ഗുന്തർ അതിലേക്ക് സൈൻ ചെയ്തില്ലെങ്കിൽ താൻ സൈൻ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അവിടെ ഗുന്തറും റോയ്സ് കീസും തമ്മിലുള്ള ചെറിയൊരു ആർഗ്യുമെൻറ്റ് നടക്കുന്നത്. തുടർന്ന് ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരം സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്യുന്നു. സോളോസിക്കോവയുടെയൊക്കെ ഒരു ഇടപെടൽ മൂലം റോയ്സ് കീസ് ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ പുതിയ നമ്പർ 1 കണ്ടൻഡറായിട്ട് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഗുന്തർ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു മത്സരം കൂടി ഒഫീഷ്യലായി കൺഫേം ചെയ്യുകയുണ്ടായി. നിലവിൽ WWE റോസ്റ്ററിൽ ഏറ്റവും വലിയൊരു പുഷ് കിട്ടി വരുന്ന റെസ്ലർ കൂടിയാണ് ഗുന്തർ. അദ്ദേഹത്തിൻ്റെ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റെസ്ലിംഗ് മാച്ചിൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ മേജറായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ടോപ്പ് റെസ്ലേഴ്സിനെതിരെ, കുറേയധികം റെസ്ലേഴ്സിനെ, ജോൺസിന, AJ സ്റ്റൈൽസ്, ഗോൾഡ്ബർഗ് പോലെയുള്ള റെസ്ലേഴ്സിനെതിരെ അത് ഒരു റിട്ടയർമെൻറ്റ് മാച്ചിൽ വരെ വിജയിച്ച് കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ സെത്ത് റോളിൻസിനെ റസൽമേനിയ 42 വരെ പരാജയപ്പെടുത്തി. അപ്പോൾ അങ്ങനെ വലിയൊരു ഹിസ്റ്ററി തന്നെ ഗുന്തറിനുണ്ട്. അപ്പോൾ കോഡി റോഡ്സിന് ഇതുവരെ വന്ന എതിരാളികളെ പോലെയായിരിക്കില്ല ഗുന്തർ എന്ന റെസ്ലർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കോഡി റോഡ്സിൻ്റെ കൈവശമുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അത് അവസാനിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു റെസ്ലർ കൂടിയാണ് ഗുന്തർ. ഗുന്തർ ആദ്യമായിട്ടാണ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ ഒരു ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റാണ്, യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു റെസ്ലറാണ് ഗുന്തർ എന്നുള്ളതൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ഗുന്തർ കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഞാൻ കാണുന്നത്. നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ് WWE ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായി മാറാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് നമുക്കിപ്പോൾ തന്നെ പറയാൻ സാധിക്കും. ട്രിക് വില്യംസിൻ്റെ ഹോം ടൗണിലാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് എന്നുള്ളത് മാത്രമല്ല, ട്രിക് വില്യംസ് ഹീൽ ക്യാരക്ടർ ചെയ്തപ്പോൾ കിട്ടിയ സപ്പോർട്ടൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം അത് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും എന്നത് നമുക്കിപ്പോളേ ഒരു സംശയം കൂടാതെ പറയാൻ സാധിക്കും. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ക്രൗഡ് സപ്പോർട്ടാണ് ട്രിക് വില്യംസിന് കിട്ടിയിരിക്കുന്നത്. കൂടാതെ ട്രിക് വില്യംസിൻ്റെ ഒരു ഫേസ് ക്യാരക്ടറിലേക്കുള്ള ഒരു പോക്കുമാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷമുള്ള ആദ്യത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ട്രിക് വില്യംസിൻ്റെ സെഗ്മെൻറ്റോട് കൂടി അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭം കുറിച്ച് തന്നെ ഇൻട്രപ്റ്റ് ചെയ്തു വന്ന ദ മിസ്, അതുപോലെ തന്നെ കിറ്റ് വിൽസൺ തുടങ്ങിയവരെ അടിച്ചിട്ടുകൊണ്ട് മിസിനെതിരെ ഒരു മത്സരത്തിലേക്ക്, ഒരു നോൺ ടൈറ്റിൽ മത്സരത്തിലേക്ക് ട്രിക് വില്യംസ് ഇറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ നല്ലൊരു പ്രകടനത്തോടു കൂടി, ക്രൗഡിൻ്റെ വലിയൊരു സപ്പോർട്ടോടു കൂടി മിസിനെ ട്രിക് വില്യംസ് പരാജയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ
ട്രിക് വില്യംസിന് കാണികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് ഇപ്പോഴത്തെ ഈ റോസ്റ്ററിലേക്ക് പുതുതായി വന്നിട്ടുള്ള ഏതൊക്കെ റെസ്ലേഴ്സിനെ എടുത്ത് നോക്കിയാലും അവരെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ക്രൗഡ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്. അത് ഹീൽ ക്യാരക്ടറിലും ഫേസ് ക്യാരക്ടറിലും അദ്ദേഹത്തിന് ഒരുപോലെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പഴയ റോക്കിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു ഖരീസ്മ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ട്രിക് വില്യംസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് പുതിയ ചലഞ്ചേഴ്സാണ് ഇനി കയറി വരാൻ പോകുന്നത്. ട്രിക് വില്യംസിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ശത്രുവായി മാറിയ അദ്ദേഹത്തിൻ്റെ കാർമെലോ ഹെയ്സ് എന്ന് പറയുന്ന റെസ്ലർ മിക്കവാറും ട്രിക് വില്യംസിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. റിക്കി സയൻസും ഒരു മത്സരത്തിന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കാർമെലോ ഹെയ്സ് വേഴ്സസ് റിക്കി സയൻസ് തമ്മിലുള്ള മത്സരം കൂടി നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. മത്സരത്തിൽ ഒരു ട്രിക്കോട് കൂടിയിട്ട് റിക്കി സയൻസിനെ കാർമെലോ ഹെയ്സ് പരാജയപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നല്ലൊരു മത്സരമായിരുന്നു. ഇതുകൂടാതെ ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ടാമ ടോങ്ക തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ ടാമ ടോങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് വിജയിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സോളോ സിക്കോവയും ടാള ടോങ്കയും ചേർന്ന് ഡാമിൻ പ്രീസ്റ്റിനെ ആക്രമിച്ചു. ഇത്തരത്തിലുള്ള ചെറിയ മൊമെൻറ്റ്സ് ആയിരുന്നു ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡ് ഒരു ആവറേജ് എപ്പിസോഡായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.